ഓഫ് റോഡ് അടിയിട്ടാണ് കേട്ടോ പോണത്. റോഡൊന്നും പല സ്ഥലത്തും അപ്പൊ നമ്മള് പറക്കാൻ പോവാണ് കേട്ടാ. നമ്മൾ പറക്കാൻ പോകുന്ന നൂല് കണ്ടോ നിങ്ങള്? ഒരു വൃത്തിയായ യാത്ര. താറിന്ന് ആൾക്കാരൊക്കെ ഇറക്കിയിട്ടാണ് താറ് കയറി പോണത് കേട്ടോ. ഞാനൊരു ഓറഞ്ച് പൊട്ടിക്കുകയാണ് കേട്ടാ. വീട് തന്നെയാണ് ആ കാണുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ആപ്പിളൊക്കെ പൊട്ടിച്ച് കൊടുത്തേക്കാണ് നമ്മൾ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റോട്ടിൽ നിന്ന് ഇൻട്രോ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങിയത് അവിടെ ഹോട്ടലിലാണ്. അവിടെ നല്ല ഒളിയത്തിൽ പാട്ട് വെച്ചേക്കാണ്, കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അത് കാര്യമാണ് ഇങ്ങോട്ട് മാറി നിന്നത്. നമുക്ക് ആദ്യം ആ ഹോട്ടലിൻ്റെ ദവിടെയാണ് ഞാൻ പാർക്ക് ചെയ്ത സംഭവം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ഇന്നലെ ദവിടെയാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അതാണ് വലിയ ഹോട്ടലാണ്. അപ്പോൾ അവിടുത്തെ ആൾ നമ്മളോട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ നമ്മൾ ടോയ്ലറ്റൊക്കെ പോയി ഭംഗിയായി കഴിഞ്ഞപ്പോൾ ഇവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ സംഭവം കണ്ടു. മണാലിയിലാണ്. അപ്പോൾ മണാലിയിലെ പാരാഗ്ലൈഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് വന്നു. ഞാനിവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നേ അന്വേഷിച്ച് പോയിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഒരു 1500 രൂപയ്ക്ക് നമുക്ക് സംഭവം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ 1500 രൂപയ്ക്ക് വീഡിയോ എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് അവരെ ഗോപ്രോയിൽ കൂടി വീഡിയോ എടുക്കണമെങ്കിൽ 500 രൂപ കൂടുതൽ പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് വെറും 1500 രൂപയ്ക്ക് ഇവർ സെറ്റ് ചെയ്ത് തന്നു. വണ്ടി ഇപ്പോൾ തന്നെ വരും. വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കയറി പോവാണ് ഗൈസ്. അപ്പോൾ ഇന്ന് പാരാഗ്ലൈഡിങ് അതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. പൊള്ളിക്കും ഞാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ എല്ലാം സെറ്റായി. ഇതേ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടിയിൽ കയറിയിട്ട് നേരെ ഇതേ ഇപ്പോൾ വേറെ 2 പേര് കൂടി ഉണ്ട് വണ്ടിയിൽ. ഇതേ 3 പൈലറ്റുമാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 പേരും കൂടിയിട്ട് യാത്ര ചെയ്യാണ് കേട്ടോ. കുന്നിൻ്റെ മുകളിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് കാണാം. ഓഫ് റോഡ് അടിയിട്ടാണ് കേട്ടോ പോണത്. റോഡൊന്നും പല സ്ഥലത്തും ആളിതിലങ്ങനെ പെട്ടയ്ക്ക് തന്നെയാണ്. 100 വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുക ഏറ്റവും ടോപ്പിലേക്ക്. വഴിയൊക്കെ കുറേ കിലോമീറ്ററായി പോകുന്ന തുടങ്ങിയിട്ട് എത്തണില്ല. എന്തോരാണെന്ന് അവിടെ ചെന്ന് ചോദിച്ചു നോക്കാം ആളോട്. വഴി പറഞ്ഞ 1.5 വഴി. ഇതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്കാണ് കയറ്റുന്നത്. ഒക്കെ വിട്ടു. ഒരു വണ്ടിക്ക് പോകുന്ന വഴിയുള്ളേ. ഇതിൽ വേറൊരു വണ്ടി പോകണ്ടിട്ടാ. അതിലും മുകളിലും മുഴുവൻ സംഭവം കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 4 പാരാഗ്ലൈഡിങ്ങിനുള്ള സാധനം കെട്ടി വെച്ചിട്ടുണ്ട്. താറ് അങ്ങനെ നമ്മളിതേ മുകളിലെത്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് പറക്കാൻ പോകുന്നത്. നമ്മളിതേ ഈ ചേട്ടന്മാരൊക്കെയാണ് പറപ്പിക്കാൻ പോകുന്നത്. ഭയ്യാ നാം ബതാവോ? ധർമ്മേന്ദർ. ആപ്കാ? കുൽദീപ്. അപ്പോൾ 2 പേരുണ്ട്. വേറെ ആൾക്ക് പിന്നെ വണ്ടി ഓടിച്ച ആൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതേ ഇവിടെ സംഭവങ്ങളൊക്കെ താഴത്തേക്ക് ഇതേ ഇറക്കണു. ഇവിടെ നിന്ന് ഇതേ ഈ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ചാടാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ ദൈവമേ, എന്തൊരു സന്തോഷം ഉണ്ടെന്നറിയോ. എത്ര ദിവസമായി ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കണമെന്നറിയോ. എന്തായാലും ഏറ്റവും നല്ലൊരു സ്ഥലത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പൊരിക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടന്മാരെ ഇറങ്ങട്ടെ, നമുക്കും കൂടെ ഇറങ്ങാം. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ. നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. നമ്മളെ പറപ്പിക്കാനുള്ള ചേട്ടനും ഇവിടെ റെഡിയാണ്. വിളിക്കാൻ പോവാണ് കേട്ടോ നമ്മള്. ഓക്കെ. ഇവിടുന്ന് ഒരുത്തൻ പോകുന്നു. ഒരുത്തൻ അപ്പുറത്തുനിന്ന് പോകുന്നു. ഇതുപോലെ നമ്മളും പോകും. ബാഗിൽ നിന്ന് സാധനം എടുത്തുട്ടോ. അതെ ഇവിടെ വിരിക്കാൻ പോവാണ്. ആ പയ്യനാണ് ഇതിന്റെ പരിപാടി. എത്ര ഉണ്ടെന്ന് നോക്കിയാ അവൻ വിരിക്കണു സംഭവം. ക്ലീൻ ആക്കണോ. ഇത് വണ്ട സാധനമാണ് കേട്ടോ. നമ്മൾ മറ്റേ സോലാങ്ങിൽ കണ്ട പോലത്തെ ചെറിയ സാധനമൊന്നുമല്ല. ഒരു പരപ്പ് നീളാ നോക്കിയേ. അഡാറ് സാധനം. എന്തായാലും കിട്ടിയ സാധനം പൊളിച്ചു. ഹായ്. എന്തായാലും ശരിയാക്കട്ടെ ഇവര്. ഇതിന്റെ പരിപാടികൾ തുടങ്ങട്ടെ. അവിടെ നോക്കിയേ, പറക്കണ നോക്കിയേ. കണ്ട നിങ്ങൾക്ക് ലോങ്ങിൽ അവിടെ ഈ സാധനത്തിന്റെ മുകളിൽ ഇങ്ങനെ പറന്ന് നടക്കുക പക്ഷികളെ പോലെ.
എനിക്ക് ആലോചിക്കാൻ വയ്യ, എന്നാലും ഞാൻ ആലോചിക്കുന്നതാണ്. സന്തോഷം സന്തോഷം. പറക്കട്ടെ ഏട്ടാ, പറക്കട്ടെ. നോക്കട്ടെ. അപ്പോൾ ഇവരുടെ ഒരു ഗോപ്രം കൂടി എനിക്ക് തന്നിട്ട് 2 എണ്ണം ഞാൻ പിടിക്കേണ്ടി വരുമെന്നാണ് പറയണത്. എന്തായാലും എൻ്റെ മേത്ത് ഹെൽമെറ്റ് വെച്ചു, അതുപോലെ തന്നെ ഇതിൽ 2 വള്ളി ഇട്ടു, ഇവിടെ പൂട്ടിയിട്ടുണ്ട്, ആകെ എന്നെ പൂട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ പറക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ പറക്കാൻ പോകുന്ന നൂല് കണ്ടോ നിങ്ങൾ? ഇത് ഇത്ര കനമുള്ളൂട്ടോ, ഒരു കുഞ്ഞ് നൂലാണ്. ഈ നൂലാണ് ഫുള്ള്. ഇതിലാണ് നമ്മൾ പരിപാടി ചെയ്യാൻ പോണേ. ചേട്ടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ പയ്യാ? ഓ അതേ അടുത്ത പോണു. നമ്മളൊന്നും ഇപ്പൊ പോവും. നമ്മുടെ സംഭവത്തിന്റെ വലിപ്പം കണ്ടോ നിങ്ങള്? ഇപ്പുറത്തെ സൈഡിൽ വേറെ ചേട്ടന്മാര് പറക്കാൻ പോകണ്ട്. അവർ റെഡി ആയിക്കൊണ്ടിരിക്കണോ? പറക്ക്. പൊളിച്ചോ. അതെ അപ്പുറത്തുനിന്നു നമ്മുടെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഓക്കെ സ്റ്റാർട്ട്. ഓക്കെ അതെ ബൈ, അതേ ലോക്ക് ചെയ്തു. ലോക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഇത് എന്നെ ലോക്ക് ചെയ്യാൻ പോവാണ്. Your body weight 67. That's all. 60. What's the problem? No problem. Okay. Starting time. Okay. പറയാ വാക്കുകളില്ല. അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലേ ലൈഫിൽ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ. അപ്പോ എന്ത് സ്റ്റൈലും വ്യൂ ആണെന്നറിയാമോ? അടിപൊളി വ്യൂവും അതുപോലെ തന്നെ അടിപൊളി കാഴ്ചകളും. പൊളിച്ചോ. ഞാനും ചേട്ടനും പൊളിക്കാണേ. സംഭവത്തിൽ കയറി ഇവിടം വരെ എത്തി. ഇതിന്റെ മോളിൽ കൂടിയുള്ള പറക്കല് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല.
ചങ്ങായി രസാ കാറ്റ് ശരിക്കാണ്ടാ ഇടാവ് ശരിക്കും നമ്മളെ എന്റെ ഈ കയ്യിലെ ഗോപ്രോ എന്നെ കണ്ടോ ഈ കയ്യിലും ഗോപ്രോ രണ്ട് കയ്യിലും ഗോപ്രോ പക്ഷെ എവിടെ പിടിക്കണ്ട എങ്ങനെ ഇരുന്നാൽ മതി ഒരു ചെയറിലിരിക്കണ പോലെ നല്ല രസാണ് ഫ്ലൈറ്റിലൊന്നും പോകുന്ന ഒരിക്കലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാമങ്ങളിൽ ഫുള്ള് പരിപാടി എന്താണെന്ന് നോക്കിയാൽ ആപ്പിൾ തോട്ടങ്ങളാണ്. ഫുൾ ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞാൽ ഫുൾ ആപ്പിൾ തോട്ടാ. ഈ സംഭവം മുഴുവല്ലേ നമ്മൾ സീസണിലാണെങ്കിൽ വരണമെങ്കിൽ കാഴ്ച ഓരോ ഒന്നൊന്നര കാഴ്ച കാണാനുണ്ട് ആപ്പിൾ തോട്ടത്തിന്റെ. നമ്മൾ ഇതിന്റെ മോളിൽ നിന്ന് താഴത്തേക്ക് ചാടിയപ്പോഴാണ് വിവരം കറക്റ്റ് മനസ്സിലായത്. ആള് ചെരിച്ചൊക്കെ പറപ്പിക്കട്ടോ നല്ല ഫീലാ. നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് കാണാട്ടോ മറ്റേ ഇതിന്റെ ലാൻഡിങ്ങിന്റെ സ്ഥലം. ആപ്പിൾ തോട്ടത്തിന്റെ മുകളിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പറക്കുന്നത്. ശരിക്കും പറഞ്ഞാ ബിയാസ് നദിയുടെ മുകളിൽ കൂടെയും ഏതൊക്കെ സിറ്റികൾ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മണാലി കുളു മണാലി റൂട്ട് ദേ അവിടെ കാണുന്നു അടിപൊളിയായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളി. ലാൻഡിംഗ് സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങകലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ട്. കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും ട്രൈ ചെയ്യണോ? ഞാൻ വിചാരിച്ചു അവന്റെ പട്ടം പൊട്ടി വീഴാൻ പോവാന്നിട്ടോ. തിരിപ്പിക്കാണ് പല പല ആക്ഷനുകളുണ്ട് ഇവരുടെ അടുത്ത്. നമ്മൾ പേടിപ്പിക്കുന്ന സൈസിലുള്ള പരിപാടികളുണ്ട് കേട്ടോ. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. വന്നിറങ്ങണു. വേറെ ആൾക്കാരുകൾ വന്നിറങ്ങണു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ പോലെയാ. അടുത്ത ആള് വന്നിറങ്ങണു. എന്തായാലും ഒരു കിഡിലെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്ര സൂപ്പർ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ എക്സ്പീരിയൻസ് ശരിക്കും പൊള്ളിക്കണം കേട്ടോ. ഇത് ചെയ്യാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പോണു വരുന്നു കൂട്ടിയിടിക്കുന്നു. അയ്യോ ആകെ പ്രശ്നം. അയ്യോ ആകെ നൂലുകളൊക്കെ കൂട്ടി പിടിച്ചു. പെട്ടു വരുന്നു. എന്തായാലും അടിപൊളി.
എന്തായാലും കണ്ടു, എക്സ്പീരിയൻസ് കിട്ടി. പൊള്ളിച്ചോളോ, ഒന്നും നോക്കണ്ട. ഈ സാധനമൊക്കെ മടക്കി സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി ഒരു കുഞ്ഞ് ബാഗിൻ്റെ ഉള്ളാക്കൂര്. ഇത്രയുള്ള പരിപാടി. ആ കഴിഞ്ഞു നമ്മുടെ കഥോകയാ ജാനക ടൈം. ആ അതെ, ഇപ്പൊ തന്നെ നമ്മൾ പോവാണ്. എല്ലാ പരിപാടിയും കഴിച്ചു, ഇവര് പൊരിച്ചു. അപ്പൊ എന്തായാലും സംഭവം നമ്മൾ വന്നിട്ടുള്ള സാധനം അടച്ചു പൂട്ടി കെട്ടി. ഇനിയിപ്പോ നമ്മള് വണ്ടിയിൽ തിരിച്ചു പോവാണ് കേട്ടോ താഴത്തേക്ക്. നമ്മളിനി കൊണ്ടുവന്ന കാറിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കും അവര്. അപ്പൊ അവിടേക്ക് ഇതാണ് കേട്ടോ നമ്മൾ പറന്ന സംഭവത്തിന്റെ നൂലുകള്. നൈസ് നൂലാണ് ഈ സംഭവത്തുമ്പോഴാണ്. സംഭവം ഇത്രയധികം നൂലുണ്ട്, എന്നാൽ കൂടി നോക്കി നിങ്ങള്. തീരെ നൈസ് സാധനമാണ്. സാധനത്തിന്മേലുള്ള കളി കളിച്ചോണ്ടിരിക്കണത്. പൊട്ടിയല്ലേ? ആലോചിക്കണ്ട, പെസകന്നെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാഴ്ച കണ്ട് പോകാൻ തോന്നണല്ലേ. പക്ഷെ എന്തായാലും ഇവരുടെ വണ്ടിയിൽ പോയില്ലെങ്കിലേ നമ്മൾ ശരിക്കും ഇടും. ഇന്ത്യയുടെ കൊടി പോലത്തെ സംഭവമാണ്. പക്ഷെ ഇവർ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു കേട്ടോ, ഒരു കുഴപ്പമുണ്ടായില്ല. ചില ആൾക്കാർ ലഡിച്ച് വളഞ്ഞ് വീഴണൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു ലോകമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അടിപൊളിയായിട്ട് ഇവിടെ എന്തോ ഒരു നേരം വേണമെങ്കിലും ഇവിടുന്ന് പോകാൻ തോന്നില്ല എന്ന് പറയില്ല. അത്ര സൂപ്പർ സ്ഥലമാണ്. മുകളിലൊക്കെ ഫുള്ള് സാധനങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുക. അപ്പോൾ ഈ സംഭവമൊക്കെ വില ചോദിച്ച് വന്നപ്പോഴാണ് 3,90,000 രൂപ, 4 ലക്ഷം രൂപയുടെ അടുത്ത് ഈ സാധനത്തിന് വിലയുണ്ടെന്ന് കേട്ടോ. അത് തന്നെയല്ല, ഇതിൽ നിന്ന് നിസ്സാര പൈസയാണ് ഇതിൻ്റെ ഓണർക്ക് ലാഭം കിട്ടുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ജീപ്പിൽ 3 പേരെ വെച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10, 15, 20 കിലോമീറ്റർ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജീപ്പിനൊരു വാടക ഉണ്ടാവില്ല എന്തായാലും. ഫ്ലൈ ചെയ്യുന്ന അവന് 1000 രൂപ കൊടുക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 500 കൊടുക്കണ്ടാവും. എന്നാൽ കൂടിയും ഈ 4 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള സാധനത്തിന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പൈസ കിട്ടണുള്ളൂ. അപ്പോൾ വലിയ ലാഭമുള്ള കച്ചവടം നല്ലത്. പക്ഷെ നമുക്ക് മാക്സിമം ഈ ഒരു സാധനം നമ്മൾ മുതലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര എനിക്ക് കിട്ടിയ റേറ്റ് എന്ന് പറഞ്ഞാലും വളരെ ചീപ്പാണ് കേട്ടോ. വെറും 1500 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും അടിച്ച് പൊളിക്കാൻ പറ്റി. ഇപ്പം ഞാനിവിടെ കുറച്ച് നേരം നിന്ന് വീണ്ടും എൻജോയ് ചെയ്യാണ്. ഇവരുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇവിടെയൊക്കെ നിറച്ചു ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണ്. പറന്നുകൊണ്ടിരിക്കുന്നു, വരുന്നു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ പോലെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചേട്ടന്മാരും ഞങ്ങളും ഇവിടെ വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ മാത്രം വണ്ടികൾ വന്നിട്ടില്ല. നമ്മളെ പറപ്പിച്ച ചേട്ടന്മാരും ഞങ്ങളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ സംഭവങ്ങളും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി വണ്ടി വന്നാൽ മതി. വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ താഴത്തേക്ക് പോകും. അപ്പോൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയിൽ ഫുൾ ലഗേജും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇനി നമ്മൾ കയറി പോവാണ്. കുറേ ആൾക്കാർ കൂടുതലുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം. ഇവരിലാണ് കേട്ടോ നമ്മൾ പോണത്. ടയറൊക്കെ നല്ല ഗ്രിപ്പാണ്. എവിടേക്കാണ് അവന് ഏത് മലയുടെ മുകളിലേക്കാണ് അവൾക്ക് കയറാൻ പോണത്. സ്റ്റെപ്പൊക്കെ ഫുൾ ചെളിയാണ്. എന്തായാലും കുഴപ്പമില്ല. ബൊലേറോ 4x4 ഒരു വൃത്തിയായ യാത്ര. വണ്ടിയുടെ മുകളിലാണ് കേട്ടോ യാത്ര. വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ വണ്ടിയുടെ ടോപ്പിൽ ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതും ഇവര് താഴത്തെ ക്യാബിനിലാണ്, ഞാൻ മുകളിലാണ് ഇരുന്ന് യാത്ര ചെയ്യുന്നത് കേട്ടാ. അയ്യോ, ആപ്പിൾമാരൊക്കെ മുഖത്തിടിച്ചേനെ. ഇങ്ങനത്തെ ഓഫ് റോഡാണ് ചെയ്തോണ്ടിരിക്കണത്. ഇതിലാണ് കേട്ടോ പോണത്. താഴത്തേക്ക് ഇറങ്ങിപ്പോ വഴിയൊന്നുമില്ല. ഏതിലോ പോകണ്ട മച്ചാൻ. ഞാനും നമ്മുടെ പൈലറ്റും ഇവിടെയാണ് കേട്ടോ. പൈലറ്റും ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ട്. ഞങ്ങള് രണ്ടുപേരും മുകളിൽ കയറി. പക്ഷെ ക്യാമറ ഒന്നും പിടിക്കാൻ പറ്റണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വണ്ടിയിൽ ചിലപ്പോ താഴെ പോവും. ആ നിലയ്ക്കുള്ള വഴിയാ. നദിയുടെ ഉള്ളിലേക്കൊക്കെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. കേട്ടോ तुम लोग किधर से उत्तर प्रदेश। ओके सभी भाइयों को रिक्वेस्ट है, വഴികൾ കണ്ടില്ലേ. सभी भाइयों से रिक्वेस्ट है, लाइक, सब्सक्राइब और कमेंट जरूर कर देना। എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞങ്ങൾ പൊളിക്കാണ്.
ഇല്ലാത്ത വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. അതേവിടെ താറ് നിന്നിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. ഒരു റിവർ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ വണ്ടി കുഴപ്പമുണ്ടാവില്ലെന്ന് ചോദിക്കുന്നു. 4x4 ഒക്കെയാണ്. താറിന്ന് ആൾക്കാരൊക്കെ ഇറക്കിയിട്ടാണ് താറ് കയറി പോണത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. വണ്ടി പോയില്ലേ എന്നുള്ളത് മച്ചാൻ കല്ലൊക്കെ ഇട്ട് ശരിയാക്കാണ്. എന്തായാലും നമുക്ക് മുകളില് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ചടങ്ങാണ്. കോണി വെച്ച് ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ചാടേണ്ടി വരും. അപ്പൊ അതായത് നമ്മളിവിടെ തന്നെ ഇരിക്കുകയാണ്. വെയിറ്റ് കറോ, എല്ലാവരും വെയിറ്റ് ചെയ്യോ. താറ് പോയിട്ടോ, താറ് രക്ഷപ്പെട്ടോ. ഹിന്ദി നെയ്യ്, മലയാളം കല്ലൊക്കെ ഇട്ട് റെഡിയാക്കണ്ടേ. നമുക്ക് പോകാനുള്ള വഴി വണ്ടിയിലെ ഡ്രൈവർ ഇറങ്ങി കല്ലൊക്കെ ഇട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ദേ വണ്ടിയുടെ മുകളിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ദേ വണ്ടിയുടെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇതിങ്ങനെയാണ് കേട്ടോ. ഇവരെ ബാഗും സാധനങ്ങളൊക്കെ ബാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആള് വഴിയൊക്കെ റെഡിയാക്കി. ഇതാണ് ഡ്രൈവർ മച്ചാൻ. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ നമ്മളും റിവർ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളും അങ്ങനെ ക്രോസ് ചെയ്തു. ഇങ്ങനെ വീണ്ടും കയറി പോവാണ് കേട്ടോ. അപ്പൊ താറ് നിന്ന സ്ഥലത്ത് ബൊലേറോ 4x4 കയറി പോവാണ്. താറ് അവിടെ നിന്നു, അതിന്റെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടാ പോയത്. പക്ഷെ നമുക്കൊരു കുഴപ്പമില്ല. നോക്കിയേ, നമ്മൾ വണ്ടിയുടെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. അവിടേക്ക് എത്താൻ പോവാണ് കേട്ടോ. നമ്മളുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ പോവാണ്. ഹൈവേയിലേക്ക് കയറി. അപ്പൊ ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ അതെ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഇവര് മുകളിലേക്ക് തന്നെ കയറാൻ പോവാണ്. അപ്പൊ എനിക്കൊരു ബുള്ളറ്റ് തന്നേക്കാണ് കേട്ടോ. ഇവിടെ ബുള്ളറ്റ് തന്നിട്ട് എന്നോട് നേരെ എന്താ പറയാ, അങ്ങോട്ട് ഹോട്ടലിൻ്റെ അവിടേക്ക്, കൗണ്ടറിൻ്റെ അവിടേക്ക് പൊക്കോളാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ദേ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ റെഡി, ചാവി റെഡി, ഞാൻ റെഡി. അപ്പോൾ നമുക്ക് ബുള്ളറ്റിലൊന്ന് പൊരിക്കാം അല്ലേ. വാടകയ്ക്ക് എടുക്കാണ്ട് തന്നെ ബുള്ളറ്റ് ഓടിക്കാൻ പറ്റി. അതാണ്. ഹലോ ഗായ്സ്, മണാലിയിൽ വന്നിട്ട് നമുക്ക് ബൈക്ക് എടുത്തൊന്ന് കറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 1500 രൂപ കൊടുക്കാണ്ട് ബൈക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ എന്തിനാണ് അങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് പൈസ കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഭാഗ്യം നമ്മളെ കാത്തു വന്നത്. എൻജോയ് ചെയ്യുന്നു. ഇതിലെ ബൈക്ക് ഓടിച്ച് ജാക്കറ്റൊക്കെ ഇട്ട്, കോട്ടൊക്കെ ഇട്ട്, ഹെൽമെറ്റ് വേണ്ട, ഇവിടെ ഹെൽമെറ്റ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ദേ നമ്മുടെ ബുള്ളറ്റ് ഗായ്സ്. ദേ നമ്മൾ ബൈക്കുമ്പോൾ വരുമ്പോണ്ട്. ദേ ഇവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഓറഞ്ച് ഉണ്ടായി നിൽക്കണം ഇഷ്ടം പോലെ. നോക്കട്ടെ, ഇത് കണ്ടോ, ഇത് നിറച്ചും ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നു. എന്താണെന്നറിയില്ല, എല്ലാ മരത്തിൻ്റെയും ഇതുകൾ പോയി തുടങ്ങുന്ന അവസരത്തിൽ ഇവിടെ ഫുള്ള് ഓറഞ്ച്. ഇവിടെ വീട്ടിലൊരു ആൻറ്റി ഉണ്ട്. നമുക്ക് ആ വീട്ടിലൊരു ആൻറ്റിയുണ്ട്. ആൻറ്റിയോടൊന്ന് ചോദിച്ചു നോക്കാം, ഒരെണ്ണം പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചു നോക്കിയേക്കാം. പക്കിൻ്റെ കയ്യിൽ പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ട് അമ്മച്ചി നമ്മളിതേ ഉള്ളിലേക്ക് വരികയാണ്. बेटा हाय बोलो, नाम बताओ, आपका नाम बताओ. ശുഭം. അതേട്ടോ, അതിവിടെയാണ് ഓറഞ്ചിൻ്റെ മരം നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇതിൽ നിന്നൊരു ഓറഞ്ച് പൊട്ടിച്ചോളാൻ ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഓറഞ്ച് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്തായാലും അടിപൊളി കേട്ടോ. എന്തോരും ഓറഞ്ചാണ് നിൽക്കണേന്ന് നോക്കി നിങ്ങൾ കണ്ടോ. ഫുള്ള് അടിപൊളിയായിട്ട് ഓറഞ്ച് കേട്ടോ. സംഭവം ഒരു മരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടായിരിക്കണത് അത്ര അധികമാണ്. സൂപ്പർ ഓറഞ്ച്. ദീദി താങ്ക്സ്. അപ്പോൾ നമ്മൾ ദീദിയോട് താങ്ക്സും പറഞ്ഞിട്ട് ഇറങ്ങിയേക്കാണ് ഇത് തന്നിട്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ പൊട്ടിച്ചോളാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരെണ്ണല്ലേ ആവശ്യമുള്ളൂ, ആ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. വെറുതെ അവരുടെ ഇത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നോക്കി നിങ്ങൾ, ഒരു 1.5 വ്യൂ ആയിട്ടോ. എന്തായാലും കിട്ടുക്കാച്ചി സൂപ്പർ. ഇതെങ്കിലും കണ്ടല്ലോ, ആപ്പിൾ തോട്ടം കാണാൻ പറ്റിയില്ലെങ്കിൽ ഓറഞ്ചെങ്കിലും കണ്ടില്ലേ. അപ്പോൾ അതായത് നമ്മുടെ ബുള്ളറ്റ് റെഡി, നമുക്ക് പോവാം കേട്ടോ. ബുള്ളറ്റിൽ ഇങ്ങനെ കറങ്ങി അടിക്കുകയാണ് കേട്ടോ. ഞാനിനി എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ബുള്ളറ്റ് കൊടുക്കുള്ളൂ. ഞാനിന്ന് മൊത്തം കറങ്ങുന്നില്ലേ, ആളോട് ചോദിച്ചു നോക്കട്ടെ.
ആള് സമ്മതിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ബുള്ളറ്റ് എടുത്ത് കറങ്ങാൻ എത്ര ചേട്ടാ അതിന് പൈസ തരാമെന്ന് പറയാം. അരമണിക്കൂർ മതി ഒന്ന് കറങ്ങി അടിക്കട്ടെ എന്ന് പറയാം. ഇപ്പം തന്നെ അരമണിക്കൂറായി ഞാൻ അവിടുന്ന് പോന്നിട്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങി അടിക്കാണ്. പോണു ആപ്പിൾ തോട്ടാണ് കേട്ടോ, ആപ്പിൾ തോട്ടം. അപ്പോൾ എല്ലാം റേറ്റ് കുറച്ച് തന്ന ഈ നമ്മുടെ കടയുടെ ഓണർ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പൈസ കുറവിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നില്ലേ ആള്. അപ്പോൾ നമുക്ക് ആളുടെ അടുത്തൊരു താങ്ക്സ് ഒക്കെ പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് നമ്മുടെ പ്രാന്തിന് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ആളാണെങ്കിൽ ഫുൾ ടൈം ബിസി. അത് ഇയാളാണ്. ആള് ഏത് സമയം ഫോൺ വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മിനിറ്റ് ആളുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ നമുക്ക് പയ്യനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഭയ്യ നാം ബതാവോ, ആപ്കാ നാം? मेरा नाम प्रेम है भैया. ആളുടെ പേര് പ്രേം എന്നാണ്. ആളുടെ റൂം നമ്പർ 2018 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. അതായത് മണാലിക്ക് പോകുന്ന വഴിക്ക്. ആൾ ഫുൾ ബിസിയാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരാഗ്ലൈഡിങ്ങിന്റെ സംഭവമൊക്കെ ഏറ്റവും ആള് തരും. ആള് വീണ്ടും ബിസിയാണ്. ആളോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആൾക്ക് വീണ്ടും ഫോൺ വരില്ല എന്നുള്ള വിശ്വാസത്തിൽ ഒരു മിനിറ്റ് നമുക്ക് ആളോട് സംസാരിക്കാം. ഭയ്യ ഇതൊക്കെ ക്യാ ക്യാ ऐसा बोलो उसके बारे में. भैया ये पैराग्लाइडिंग साइट डोबी है. ये कुल्लू और मनाली के बिटवीन सेंटर में पड़ता है. അതായത് കുളുവിന്റെയും മണാലിയുടെ ഇടയ്ക്കാണ് ആളുടെ സ്ഥലം എന്നാണ് പറയുന്നത് കേട്ടോ. നാം ഇസ്കാ നാം ഡോബി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഓക്കെ सर जो पैराग्लाइडिंग है सर ये बहुत ही फेमस है डोबी का. और ये एशिया का सेकंड हाई फाई साइट है. बट सर इसमें जो पायलट्स हैं वो स्पेशलिस्ट होते हैं. जो मेरे पायलट्स हैं वो टूरिज्म के द्वारा प्रोवाइड किए गए लाइसेंस होल्डर पायलट्स रहेंगे. और बट जो पैराशूट का कीमत सर वो 3,90,000 पर पैराशूट रहता है. और इसमें सर पायलट के ऊपर डिपेंड करता है. पायलट कैसा है. अच्छा पायलट होना चाहिए, लाइसेंस होल्डर पायलट होना चाहिए जिसको कि कम से कम 5-6 साल का एक्सपीरियंस होना चाहिए. क्योंकि ये बहुत एडवेंचर जो है सबसे रिस्की एडवेंचर है पैराग्लाइडिंग. ठीक है. तो यहाँ से हम हर एक फैसिलिटी देते हैं सर. ट्रांसपोर्टर हमारा रहता है, गाड़ी हमारा रहेगा, टेक ऑफ टू लैंडिंग सब पूरा इसमें इंक्लूड रहता सर. और जो यहाँ का प्राइस है सर वो 2500 रुपये पर पर्सन. यस. ഓക്കെ താങ്ക് യു. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ആ തന്നെ ഇന്ന് ആളുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ. അപ്പോൾ നമ്മൾ ആൾക്കൊരു താങ്ക്സും കൂടി കൊടുത്തേക്കാണ്. ആൾ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഒരു മറ്റേ 3.90 എത്രയും കണ്ട് ആവും. അപ്പോൾ അതുപോലെ തന്നെ ഇയാളുടെ അടുത്ത് എന്താ പറയുക നമ്മളുടെ പൈലറ്റ്സൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതും ഇയാൾ ലൈസൻസ് ഉള്ളതും അങ്ങനെയുള്ള സംഭവിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് തന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾ വന്ന് വില പേശി ആൾ കുറച്ച് തരികയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ അങ്ങനെയൊക്കെ ആളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെല്ലെ നീങ്ങാണ് അടുത്ത സ്ഥലത്തേക്ക്. ഓക്കെ. നമുക്ക് അവിടെ നിന്ന് ഓറഞ്ച് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് സംഭവം. എൻ്റെ അമ്മ അത്ര ഹാർഡാണ് കേട്ടോ, ഭയങ്കര ഹാർഡ് സംഭവമാണ്. എൻ്റെ അമ്മോ, നമ്മുടെ സാധാ ഓറഞ്ച് അല്ല ഇത്, എനിക്ക് ഡൗട്ട്. കളറ് മാത്രമേ ഉള്ളൂ, വായിൽ വെക്കാൻ പറ്റില്ല. മൊത്തം പുളിയുടെ കളിയാണ്. ഒരു രക്ഷയില്ല. അതായിട്ടില്ല ഗൈസ്, കളറ് മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ല. വേണ്ടാന്ന് വെച്ചു, തീറ്റ വേണ്ടാന്ന് വെച്ചു. ഞാൻ ദേ ഓറഞ്ച് പൊളിച്ച് തിന്നണം കണ്ടിട്ട് ദേ ഒരു ബ്രോ വന്നിട്ട് പറയാണ് ആപ്പിള്, എനിക്കിതേ ആപ്പിള് കൊണ്ട് തന്നേക്കണം. നോക്ക്, ഗ്രീൻ ആപ്പിള് പൊള്ളി. ആളുടെ വീട്ടിൽ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബ്രോ, നാം ക്യായേ? ദിഗ്വിജയ്. അപ്പൊ അതെ ദിഗ്വിജയ് ആളുടെ വീട്ടിൽ, ആളുടെ വീട് തന്നെയാണ് ഈ കാണുന്നത്. ആളുടെ വീട് തന്നെയാണ് ആ കാണുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ആപ്പിളൊക്കെ പൊട്ടിച്ചു കൊടുത്തേക്കാണ്. നമുക്ക് 2 എണ്ണം തന്നു, അടിപൊളി സാധനം. ദേ അവരുടെ ആപ്പിളിന്റെ തോട്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പൊ ആപ്പിളൊക്കെ ഉണ്ടായി കഴിഞ്ഞ സീസണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഇത്ര ഉള്ളൂ. ഇല്ലെങ്കിലേ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയാണ്, ഇഷ്ടം പോലെ ആപ്പിൾ തന്നെ. എന്തായാലും അടിപൊളി ഗൈസ്, അടിപൊളി. നല്ല സ്നേഹമുള്ള ചേട്ടൻ ടാറ്റ തന്നു പോകുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരാണ് ഗൈസ് ഇവിടെ ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. വണ്ടിയിൽ കയറാൻ 2-3 പ്രാവശ്യം പോയതാണ്, അപ്പോഴൊക്കെയാണ് ഓരോ ആൾക്കാർ വന്നത്. ഇനി ശരിക്കും നമ്മൾ പോവാണ് കേട്ടോ. സൂപ്പർ ആപ്പിൾ എന്ന് പറഞ്ഞാലേ സൂപ്പർ ആപ്പിൾ, ഒന്നും പറയാനില്ല. അത്ര ടേസ്റ്റ്, ജീവിതത്തിൽ തിന്നിട്ടില്ല എത്ര ടേസ്റ്റുള്ള സാധനം. ഫ്രഷ് അല്ലേ, അയ്യോ. രാവിലെ ചായ കുടിച്ചിട്ടില്ല, അതിന് പറഞ്ഞ് 2 ആപ്പിള് പൊളിച്ചു കഴിക്കട്ടെ ഞാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുൾ പരിപാടികൾ കഴിഞ്ഞ് ഞാൻ അടിച്ച് പൊളിച്ചു എന്നറിയില്ലേ, ഹാപ്പി ആയി. എനിക്ക് അത്ര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സാധനങ്ങളും ചെയ്തിട്ട് ഒന്ന് പൊരിച്ച് തരണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ.